തമിഴക രാഷ്ട്രീയത്തിൽ വിജയ് നടത്തുന്ന ഗിമ്മിക്കുകൾ വില പോകുമോ? MGRനെയും ജയലളിതയെയും ആരാധിച്ച തമിഴ് ജനത വിജയുടെ സ്ഥാനാരോഹണം ആഗ്രഹിക്കുന്നുണ്ടോ? ആക്സിസ് മൈ ഇന്ത്യ എക്സിറ്റ് പോൾ ഫലം വിജയുടെ പാർട്ടിയായി TVKക്ക് മുൻതൂക്കം പ്രവചിക്കുന്നുണ്ട്. എന്നാൽ ജനപ്രിയ നയങ്ങളുമായി തുടർ ഭരണത്തിലേക്ക് അടുക്കുന്ന സ്റ്റാലിന്റെ പ്രഭാവത്തിന് മങ്ങലേൽപ്പിക്കാൻ വിജയ്ക്ക് എത്രത്തോളം സാധിക്കും? 50 വർഷത്തിലേറെയായി DMKയും ADMKയും അരങ്ങുവാഴുന്ന തമിഴക രാഷ്ട്രീയത്തിൽ വിജയ് ചുവടുറപ്പിക്കുമെന്ന് ആക്സിസ് മൈ ഇന്ത്യ എക്സിറ്റ് പോൾ ഫലം പ്രവചിച്ചത് തമിഴക രാഷ്ട്രീയത്തെ കൂടുതൽ ഉദ്വേഗജനകമാക്കുന്നുണ്ട്. വെറും 2 വർഷം മാത്രം പഴക്കമുള്ള പാർട്ടിക്ക് 234 അംഗ നിയമസഭയിൽ 98 മുതൽ 120 സീറ്റുകളാണ് എക്സിറ്റ് പോളിൽ ആക്സിസ് മൈ ഇന്ത്യ നൽകുന്നത്. എന്തൊക്കെ ഘടകങ്ങളായിരിക്കും വിജയുടെ പാർട്ടിക്ക് കൂടുതൽ സീറ്റുകൾ നൽകുന്നതിലേക്ക് ആ എക്സിറ്റ് പോൾ ഫലം എത്താൻ കാരണം? വെള്ളിത്തിരയിലെ പ്രമുഖർ അരയും തലയും കെട്ടിമുറുക്കി തിരഞ്ഞെടുപ്പ് ഗോതയിലെത്തി വിജയമുറപ്പിച്ചിട്ടുള്ള പാരമ്പര്യമാണ് ദ്രാവിഡ നാടിന് പറയാനുള്ളത്. ആ പിന്തുടർച്ച പിൻപറ്റുകയാണ് തമിഴരുടെ അണ്ണന്റെ ലക്ഷ്യവും. തന്റെ കരിയറിന്റെ സുവർണ കാലഘട്ടത്തിൽ വെറും 51-ാം വയസ്സിലാണ് വിജയ് ഇങ്ങനെയൊരു തീരുമാനമെടുക്കുന്നത്. ഇതിനുവേണ്ടി മുൻകൂട്ടി പ്ലാൻ തയ്യാറാക്കി അണ്ണൻ പണിയെടുത്തു തുടങ്ങിയിരുന്നു. പൊതുവെ ഇൻട്രോവേർട്ടായ വിജയ് പൊതുവേദിയിലെ തന്റെ പ്രസംഗങ്ങളിൽ വരെ മാറ്റം വരുത്തിയിരുന്നു. കരിയറിന്റെ അവസാന സമയത്ത് പുറത്തിറങ്ങിയ തന്റെ സിനിമകളിൽ പോലും രക്ഷകൻ ഇമേജ് കൊണ്ടുവരാൻ അണ്ണൻ മറന്നില്ല. മെർസൽ പോലെയുള്ള സിനിമകളിൽ തന്റെ രാഷ്ട്രീയം കൃത്യമായി തിരികെ കയറ്റുകയും ചെയ്തിട്ടുണ്ട്. 2021 തമിഴ്നാട് തിരഞ്ഞെടുപ്പും ആരും മറക്കില്ല. അന്ന് മാധ്യമങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയത് സൈക്കിളിൽ വോട്ട് ചെയ്യാനെത്തിയ വിജയ് ആയിരുന്നു. ഇന്ധന വിലക്കെതിരെ താൻ നടത്തുന്ന പ്രതിഷേധമെന്നാണ് ഈ യാത്രയെ വിജയ് വിളിച്ചത്. സിംപ്ലിസിറ്റിയുടെ പീക്ക് ലെവലെന്നും അണ്ണൻ രക്ഷകനെന്നും ആരാധകർ വാഴ്ത്തിയപ്പോൾ വിജയ് മനസ്സിലൊന്ന് ചിരിച്ചിട്ടുണ്ടാവും. മനസ്സിൽ കണ്ട പ്ലാൻ വർക്കൗട്ടായ സന്തോഷത്തിൽ. തൂത്തുക്കുടി സ്റ്റെർലൈറ്റ് പ്ലാന്റിലുണ്ടായ വെടിവയ്പിൽ മരിച്ചവർക്ക് അന്ന് സഹായഹസ്തം നീട്ടി വിജയ് വാർത്തകളിൽ നിറഞ്ഞു നിന്നു. തമിഴ് വികാരം എങ്ങനെ കൃത്യമായി ഉപയോഗിക്കണമെന്ന് അണ്ണന് നല്ല ധാരണയുണ്ട്. പ്ലാനിംഗ് കൃത്യമായിരുന്നെങ്കിലും എവിടെയൊക്കെയോ അണ്ണനൊന്ന് പാളി. കൃത്യമായി പറഞ്ഞാൽ കരൂർ അപകടം മുതൽ. പിന്നീട് അങ്ങോട്ട് വച്ചടി ഇറക്കമായിരുന്നു. തിരഞ്ഞെടുപ്പ് അടുക്കാനിരിക്കെ ഭാര്യ സംഗീതയുമായുണ്ടായ കുടുംബ പ്രശ്നവും ഏറെ വിമർശനങ്ങൾക്ക് വഴിവെച്ചു. തമിഴ്നാടിന്റെ വികസനത്തിന് ചുവട് പിടിച്ച സ്റ്റാലിനെയാണ് വിജയ് എതിരിടുന്നത്. അത്ര എളുപ്പം സ്റ്റാലിനോട് ഏറ്റുമുട്ടാൻ വിജയ്ക്ക് കഴിയുമോ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് ഒരിക്കലും സാധിക്കില്ലെന്നാണ് കരുതപ്പെടുന്നത്. ഭരണം പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നിയമസഭയിലെ 2ാമത്തെ വലിയ പാർട്ടിയായി TVK ഉണ്ടാവുമെന്ന ലക്ഷ്യമാണ് അണ്ണനുള്ളത്. ഏതായാലും വിജയുടെ പ്ലാനിംഗ് തുണയ്ക്കുമോ എന്ന് കണ്ടു തന്നെ അറിയണം.